ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു. നല്ല മഴ പെയ്തത് നമ്മളെ കുറച്ച് സ്ഥലത്തുള്ള കുറച്ച് ചീരകൾ നല്ല പോലെ മഴയൊക്കെ തട്ടി വെള്ളമൊക്കെ നനഞ്ഞ് നല്ലപോലെ തലയെടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ വേനൽക്കാലത്ത് എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല അല്ലേ? മഴ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ കാണാം ചെടികളൊക്കെ നല്ലൊരു ഉഷാറായി നിൽക്കും. അല്ലാതെ നമ്മൾ വേനൽക്കാലത്ത് എത്ര വെള്ളം കൊണ്ടുപോയി ഒഴിച്ച് നോക്കിയേ. ഞാനൊക്കെ ഡെയിലി നനയ്ക്കുന്നതാണ് ഈ ചീരയ്ക്കൊക്കെ. പക്ഷെ കണ്ടാൽ തോന്നുമോ, ഇതേ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും കണ്ടോ നല്ല പോലെ പെട്ടെന്ന് വളർന്നു വന്ന പോലെ ഇരിക്കണം. അപ്പോൾ ഞാൻ കരുതി അന്നിപ്പോൾ ചീരനെ മുറിച്ച് ഇന്നത്തേക്കുള്ള ഉച്ചഭക്ഷണത്തേക്ക് ആയല്ലോ, ഇന്ന് ഇവനെ തന്നെ ഒന്ന് കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കറി നിങ്ങൾക്ക് കൂടെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ അത് ചീര മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല മണ്ണുണ്ടേ. അപ്പോൾ മണ്ണൊക്കെ നല്ലപോലെ കഴുകി കളയുക. 2-3 വട്ടം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഞാൻ വയ്ക്കുക. ഇലക്കറികൾ ചീരയാകുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഉപ്പിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട്. അതിൽ പുഴുക്കേടിൻ്റെ ഇതൊക്കെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണത്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. 2 വിസിൽ മതിയാവും. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പുകളും ചീരയൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ചീരയുടെ തണ്ട് തന്നെ പിടിച്ച് ചേർത്ത് വീഡിയോയിൽ കാണുന്ന പോലെ നല്ല നൈസായിട്ട് അരിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ചീര അരിയുമ്പോൾ എപ്പോഴും നല്ലപോലെ നൈസായി അരിഞ്ഞു കൊടുക്കണേ. വെള്ളമില്ലാതെ വാർത്തെടുക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ കറിക്കായതുകൊണ്ട് കുഴപ്പമില്ല. ഉപ്പേരിയൊക്കെ വയ്ക്കിച്ച് നല്ല വെള്ളം അധികമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ നൈസായി കൈ മുറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെയൊക്കെ ചീരയൊക്കെ നല്ലപോലെ അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളത് പരിപ്പ് അടുപ്പത്ത് വെച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് നല്ലപോലെ കയ്യിലുകൊണ്ട് ഉടച്ചെടുക്കുക. ഉടയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർ ഉടയ്ക്കാൻ നിൽക്കണ്ട. അല്ലാത്തവർ നല്ലപോലെ കയ്യിൽ വെച്ച് ഉടച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കല്ലുപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. ഈ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇല ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്കുള്ള അരപ്പൂടെ നമുക്ക് തയ്യാറാക്കണം. തേങ്ങയും ജീരകവും മാത്രമേ ഉള്ളൂ. അപ്പോൾ തേങ്ങയും ജീരകവും പാടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇലയൊക്കെ അരിയൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുപ്പത്ത് വെച്ച പരിപ്പും തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിലേക്ക് നമ്മൾ ഇല അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇലക്കറികളൊക്കെ കഴിക്കുന്ന കുട്ടികളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുണ്ട് ഇതുപോലുള്ള കുട്ടികളൊക്കെ. അപ്പോൾ ഞാൻ വല്ല ഇലയോ മുരിങ്ങയിലോ ചീരയിലൊക്കെ വെച്ചെന്ന് കണ്ടിച്ച് അവർ ചോദിക്കും, അമ്മയ്ക്ക് എപ്പോഴും ഇതന്നെയുള്ളൂ വെക്കാൻ, വേറെ കറികളൊന്നും വെക്കാനില്ലേ അമ്മ, ഈ ഇല തിന്ന് മടുത്തു എന്ന് പറയും. അങ്ങനത്തെ ആൾക്കാർ എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ സംസാരത്തിൽ നിന്ന് മാറിപ്പോകണുണ്ടോയെന്ന് സംശയം. അപ്പോൾ കറിയിൽ നിന്നൊക്കെ നമ്മളെങ്ങോട്ടോ പോയില്ലേ. അപ്പോൾ ചീരയ്ക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം, ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ചാറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചീര നല്ലപോലെ വേവട്ടെ അല്ലേ. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് അരച്ച് വെച്ച നമ്മൾ തേങ്ങ ജീരകം പാടെ അരച്ച് വെച്ച അരപ്പാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ എന്ന് പറയുന്നുണ്ട് എനിക്ക് സംശയം. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വീഡിയോയിൽ നല്ല ഫോൾട്ട് ഉണ്ടാവും. നമ്മളൊക്കെ തുടക്കക്കാരികളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് പുറത്ത് മാപ്പ് നൽകുക കേട്ടോ.
ഇതാണ്ടേ കറി അരപ്പൊക്കെ ഒഴിച്ചു. അപ്പോൾ അതേ പാകത്തിന് നിങ്ങളെ ആവശ്യാനുസരണം ചാറ് ആക്കാം. ഇവിടെ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ, ഞാൻ കുറച്ച് കറി തന്നെ വെച്ചിട്ടുള്ളൂ. അതേ കറി വാങ്ങി വെച്ചു. ഇനി നമുക്കൊരു താളിപ്പാണ്. നമ്മളത് ആസ്ഥാന ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വറവിടലിനൊക്കെ ഈ ചട്ടിയാണ് എപ്പോഴും ഉപയോഗിക്കാറ്. വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വറവിടുന്ന ഒരു പിടുത്തായ പാത്രം ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയിട്ട് കുറേ ഇരിക്കണം. എപ്പോഴും വാങ്ങണം കരുതിയിട്ട് വേറെ എന്ത് വാങ്ങാൻ സാധിച്ചാലും അത് മാത്രം വാങ്ങാൻ സാധിക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിന് ആസ്ഥാന ചട്ടിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കറിയിലേക്ക് തട്ടിക്കൊടുത്ത നല്ല ചീരക്കറി തയ്യാറായി. അപ്പോൾ ഇതിലേക്ക് പപ്പടം കാച്ചിയതോ ഉണക്കമുളക് വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ കറി സൂപ്പറാവും. എല്ലാവരും ഉണ്ടാക്കി വെക്കുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ മറക്കല്ലേ. താങ്ക് യു.